സർ, തല്ലലും തലോടലുമായി ധനാഭ്യർത്ഥന ചർച്ച മുന്നോട്ട് നീങ്ങിയത് നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിൽ ഇവിടെയുള്ള ജനപ്രതിനിധികൾക്കുള്ള അതീവ താൽപ്പര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. സർ, നമ്മളുടെ വികസനത്തിൻ്റെ അടിസ്ഥാനം തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസനമാണ്. എല്ലാ വികസനത്തിൻ്റെയും അടിത്തറ ഗ്രാമപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും ഉണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങളാണ്. 6 കോർപ്പറേഷനുകളും 87 മുനിസിപ്പാലിറ്റികളും 14 ജില്ലാ പഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തുകളും 941 ഗ്രാമപഞ്ചായത്തുകളും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. സാർ, ഓരോ വർഷവും ഏതാണ്ട് പദ്ധതി വിഹിതത്തിൻ്റെ 4/1 തദ്ദേശ സ്ഥാപനങ്ങൾക്കായിട്ട് നീക്കിവെക്കുന്നു. ഈ വർഷം ഉദ്ദേശം 5000 കോടി രൂപയാണ് പദ്ധതി വിഹിതത്തിൽ നിന്ന് വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾക്കായി നീക്കിവെച്ചിട്ടുള്ളത്. കോർപ്പറേഷനുകൾക്ക് 540 കോടിയും മുനിസിപ്പാലിറ്റികൾക്ക് 744 കോടിയും ജില്ലാ പഞ്ചായത്തിന് 571 കോടിയും ബ്ലോക്ക് പഞ്ചായത്തിന് 571 കോടിയും ഗ്രാമപഞ്ചായത്തുകൾക്ക് 2573 കോടിയുമാണ് നൽകിയിട്ടുള്ളത്. സാർ, ഇതിന് പുറമെ ജനറൽ പർപ്പസ് ഫണ്ടായി സംസ്ഥാന സർക്കാർ 1233 കോടി രൂപയും മെയിൻ്റനൻസ് ഫണ്ടായി 1937 കോടി രൂപയും നൽകുന്നു. പഞ്ചായത്തുകളുടെ തനത് വരുമാനമായി ഏകദേശം ഈ വർഷം പ്രതീക്ഷിക്കുന്നത് 1000 കോടി രൂപയാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കേന്ദ്രവിഹിതമായി 3400 കോടി രൂപയാണ് ഈ വർഷം ലഭിക്കുക. ഇങ്ങനെ മൊത്തം 12570 കോടി രൂപയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ വിനിയോഗിക്കപ്പെടാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ 4 മാസത്തിനിടയിൽ കുറച്ച് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചു. സാർ, അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കൊന്നും ആരുടെ കയ്യിലും ഉണ്ടാവില്ലല്ലോ. ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകളിലൂടെ നമുക്ക് മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ വേണ്ടി സാധിക്കും. സാർ, കേരളം ഒരു വലിയ നേട്ടം കൈവരിക്കുന്നതിൻ്റെ ആവേശത്തിലാണ് നമ്മൾ ഇനി ധനാഭ്യർത്ഥന ചർച്ച ഇവിടെ നടത്തുന്നത്. ജനസാന്ദ്രതയുള്ള സംസ്ഥാനങ്ങളിൽ ഓപ്പൺ ഡെഫെക്കേഷൻ ഫ്രീ ആയി പ്രഖ്യാപിക്കപ്പെടുന്ന ആദ്യ സംസ്ഥാനമായി നമ്മളുടെ കേരളം മാറാൻ വേണ്ടി പോവുകയാണ്. സാർ, കൊട്ടും കുരവയുമില്ലാതെ നടന്ന ഒരു മഹാവിപ്ലവമായിരുന്നു ഇത്. 2 മാസത്തിനുള്ളിലാണ് 1.25 ലക്ഷത്തോളം ടോയ്ലറ്റുകൾ നമ്മളുടെ സംസ്ഥാനത്ത് പണി കഴിപ്പിച്ചത് എന്നോർക്കണം. 11 ജില്ലകളും ഇതിനകം ODF ആയി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു. ഒരു ജില്ല മാത്രമാണ് ഇനി ODF ആയി പ്രഖ്യാപിക്കാനുള്ളത്. ഒരാഴ്ചക്കുള്ളിൽ തന്നെ അതിൻ്റെ പ്രഖ്യാപനം നടക്കും എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ശക്തമായിട്ടുള്ള നേതൃത്വം ഈ പദ്ധതിയുടെ വിജയത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, LSGD ഉദ്യോഗസ്ഥന്മാർ ഇവരൊക്കെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഓപ്പൺ ഡെഫെക്കേഷൻ ഫ്രീ ആയി പ്രഖ്യാപിക്കുന്ന ഒരു വലിയ സംരംഭത്തിൽ ഭാഗഭാക്കായി എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ നന്ദിപൂർവ്വം ഓർക്കുകയും ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അവരുടെ സേവനത്തെ മുക്തകണ്ഠം പ്രശംസിക്കാൻ ഈ വിലപ്പെട്ട സമയം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുകയാണ്. സാർ, വരുന്ന നവംബർ 1-ാം തീയതി അതിൻ്റെ പ്രഖ്യാപനം ഔദ്യോഗികമായി നടക്കും. ബഹുമാന്യനായ പ്രധാനമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. അദ്ദേഹത്തെ ഇപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നവംബർ 1 നമ്മളുടെ ഗ്രാമീണ മേഖല ഓപ്പൺ ഡെഫെക്കേഷൻ ഫ്രീ ആവുകയാണ്. ജനുവരി 1 മുൻപ് 2017 ജനുവരി 1 മുമ്പ് നമ്മുടെ നഗരപ്രദേശങ്ങളും ഓപ്പൺ ഡെഫെക്കേഷൻ ഫ്രീ ആയി മാറും. തദ്ദേശ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികളുടെ ഓണറേറിയം ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ച് ഉത്തരവിറക്കാൻ ഈ സർക്കാരിന് സാധിച്ചു. കഴിഞ്ഞ സർക്കാർ ഉത്തരവിറക്കുന്നതിന് പകരം പ്രഖ്യാപനം മാത്രം നടത്തുകയാണ് ചെയ്തത്. എന്നാൽ ഈ ഗവൺമെന്റ് അത് മുൻകാല പ്രാബല്യത്തോടുകൂടി ഉത്തരവിറക്കി അവർക്കിപ്പോൾ വർദ്ധിപ്പിച്ച ഓണറേറിയം ലഭിച്ചു വരുന്നു. സാർ, അങ്ങനെയുള്ളൊരു ആഹ്ലാദകരമായ സന്ദർഭവും കൂടിയാണ് ഈ ഡിമാൻഡ് ഡിസ്കഷൻ നടക്കുന്നത്. പല കാരണങ്ങളാൽ നമ്പറിട്ട് നൽകാത്ത 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകൾക്ക് വൈദ്യുതി കണക്ഷൻ നൽകുന്നതിന് വൈദ്യുതി ഡിപ്പാർട്ട്മെന്റിനോട് അഭ്യർത്ഥിക്കുകയും അവർ ചോദിച്ചതനുസരിച്ച് അഭ്യർത്ഥിക്കുകയും അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇലക്ട്രിസിറ്റി വകുപ്പിന് ഇതിനകം നൽകി കഴിയുകയും ചെയ്തു. സാർ, നഗരവകുപ്പിന് കീഴിൽ 2015 നവംബർ 1 നിലവിൽ വന്ന 28 പുതിയ മുനിസിപ്പാലിറ്റികളിൽ വിവിധ വിഭാഗങ്ങളിലായി 1317 പുതിയ തസ്തികകൾ സൃഷ്ടിച്ചു. പുതിയ നഗരസഭകൾക്ക് ഇതൊരു വലിയ ആശ്വാസമാണ്. നഗരസഭകളിലെ
കണ്ടിജന്റ് വിഭാഗം ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിച്ച് 17/8/2016 ഉത്തരവ് പുറപ്പെടുവിച്ചു. സാർ, നമ്മളുടെ നഗരപ്രദേശങ്ങളെ ശുദ്ധമാക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നവരാണ് ശുചിത്വ തൊഴിലാളികൾ. അവരെ ആരും ഗൗനിച്ചിരുന്നില്ല സാർ. കണ്ടിജന്റ് ജീവനക്കാർക്ക് പൂർണ്ണമായ ശമ്പള സ്കെയിൽ അനുവദിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗം കുട്ടികൾക്ക് ലഭ്യമായിരുന്ന വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ഈ ശുചിത്വ തൊഴിലാളികളുടെ മക്കൾക്ക് കൂടി ലഭ്യമാക്കുവാനും ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. സാർ, ശുചീകരണ തൊഴിലാളികൾക്ക് ഭവന നിർമ്മാണത്തിനായി കുറഞ്ഞ പലിശക്ക് KURDFC മുഖേന 10 കോടി രൂപ വായ്പയായി നൽകുന്നതിനും ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിലേക്കായി 300 അപേക്ഷകൾ ഇതിനകം ലഭിച്ചു കഴിഞ്ഞു. 150 പേർക്ക് ഈ വർഷം നമുക്ക് വീടുകൾ നൽകാൻ വേണ്ടി കഴിയും. കുറ്റമറ്റ കെട്ടിട പെർമിറ്റിനുള്ള അപേക്ഷകൾ ഓൺലൈനിൽ സ്വീകരിക്കാനുള്ള സംവിധാനത്തോടെ സോഫ്റ്റ്വെയർ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. സാർ, ഒരു കെട്ടിട നിർമ്മാണത്തിനുള്ള അപേക്ഷ നൽകിയാൽ വർഷങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഉത്തരം കിട്ടുന്നതിന് വേണ്ടി എടുക്കുന്നത്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് സങ്കേതമെന്ന് പറയുന്ന നമ്മളുടെ ഇപ്പോഴത്തെ സംവിധാനം. അതിൽ ഏത് അപേക്ഷയും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കഴിയും. എന്നാൽ പുതിയതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന സംവിധാനത്തിൽ കുറ്റമറ്റ രീതിയിലാണ് അപേക്ഷ നൽകുന്നതെങ്കിൽ മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. അങ്ങനെ അക്സെപ്റ്റ് ചെയ്താൽ തീർച്ചയായും പെർമിറ്റ് പെട്ടെന്ന് നൽകുവാൻ നമുക്ക് കഴിയും. അങ്ങനെ ഒരു പദ്ധതിക്ക് പൈലറ്റ് പ്രൊജക്റ്റായി കോഴിക്കോട് നഗരത്തെയാണ് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. സാർ, PMAY പദ്ധതിയിൽ വീട് നൽകുന്നതിന് കേരളത്തിലെ എല്ലാ നഗരങ്ങളും ഉൾപ്പെടുത്താൻ ഈ സർക്കാരിന് സാധിച്ചു. നേരത്തെ 20 നഗരങ്ങളായിരുന്നു ഉൾപ്പെടുത്തപ്പെട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ 93 നഗരങ്ങളെ ഉൾപ്പെടുത്തി നമുക്ക് PMAY പദ്ധതിയുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ സഹായം ലഭ്യമായിരിക്കുകയാണ്. സാർ, നഗരങ്ങളിൽ താമസിക്കുന്ന എന്നാൽ നഗരാതിർത്തിയിൽ ഭൂമിയില്ലാത്ത, തൊട്ടടുത്ത പഞ്ചായത്തിൽ ഭൂമിയുള്ള നിരവധി കുടുംബങ്ങളുണ്ട്. അത്തരം കുടുംബങ്ങൾക്ക് തൊട്ടടുത്ത പഞ്ചായത്തിൽ ഭൂമിയുണ്ടെങ്കിൽ അവർക്കും PMAY പദ്ധതി പ്രകാരം വീട് നൽകാൻ തത്വത്തിൽ ബഹുമാന്യനായിട്ടുള്ള കേന്ദ്ര നഗരകാര്യ മന്ത്രി വെങ്കയ്യ നായിഡുജി സമ്മതിച്ച കാര്യവും ഞാൻ ഈ സന്ദർഭത്തിൽ ഇവിടെ ഓർമ്മിക്കുകയാണ് നന്ദിപൂർവ്വം. PMAY അർബനിൽ പരിഗണിക്കുമെന്ന് കേന്ദ്ര നഗരകാര്യമന്ത്രി വെങ്കയ്യ നായിഡു അറിയിച്ചത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു. സാർ, തിരുവനന്തപുരം നഗരം സ്മാർട്ട് സിറ്റി മിഷനിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഔദ്യോഗിക അറിയിപ്പ് കേന്ദ്ര നഗരകാര്യ വകുപ്പിൽ നിന്ന് ഇന്നലെയാണ് നമുക്ക് ലഭിച്ചത്. സാർ, ഇക്കാലം അത്രയും അത് അന്തരീക്ഷത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. മിനിയാന്ന് അദ്ദേഹത്തെ കൊച്ചിയിൽ വെച്ച് കണ്ട സമയത്ത് ഈ കാര്യം അദ്ദേഹത്തോട് പറയുകയും ഉടൻ തന്നെ അദ്ദേഹം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് അടിയന്തരമായി ഒഫീഷ്യലായി ആ കാര്യം സംസ്ഥാന ഗവൺമെന്റിനെ അറിയിക്കണം എന്ന് പറയുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ നമുക്ക് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. സാർ, ഗ്രാമവികസന വകുപ്പിൽ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥായിയായ പ്രവർത്തികൾ ആദ്യമായി സംസ്ഥാനത്ത് വ്യാപകമായി നടപ്പിലാക്കുന്നതിന് ഈ സർക്കാർ തീരുമാനിക്കുകയുണ്ടായി. സാർ, 27 ബ്ലോക്കുകളെയാണ് പൈലറ്റ് പ്രൊജക്റ്റിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. കാര്യങ്ങൾ വളരെ ഭംഗിയായി മുന്നോട്ടു പോവുകയാണ്. വരും വർഷങ്ങളിൽ എല്ലാ ബ്ലോക്കുകളിലും ഈ പദ്ധതി നടപ്പിലാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ അസറ്റ് ക്രിയേഷൻ വളരെ അപൂർവമായിട്ടേ നമ്മളുടെ സംസ്ഥാനത്ത് നടന്നിട്ടുള്ളൂ. മറ്റു പല സംസ്ഥാനങ്ങളിലും വർഷങ്ങൾ കഴിഞ്ഞാലും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കാൻ അവർക്ക് കഴിഞ്ഞു. എന്നാൽ 3 മാസം കഴിഞ്ഞാൽ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്കാർ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് വ്യക്തമായി ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഒരു പദ്ധതി പോലും നമ്മുടെ സംസ്ഥാനത്ത് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സാർ, പുതിയ പദ്ധതി അനുസരിച്ച് സർക്കാർ ഏറ്റെടുക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഉടമസ്ഥാവകാശം പരിഗണിക്കാതെ ജലാശയങ്ങളുടെ സംരക്ഷണം, കാവുകളുടെ സംരക്ഷണം, വ്യാപകമായി തോടുകളിലും പുഴകളിലും ചെക്ക് ഡാമുകൾ നിർമ്മിക്കുക, ഇങ്ങനെ അസറ്റ് ക്രിയേഷനിൽ ഊന്നിയിട്ടുള്ള പ്രവർത്തനമാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അനുസരിച്ച് കേരളത്തിൽ ഇനി എടുക്കുവാൻ വേണ്ടി പോകുന്നത്. സാർ, ഈ വർഷം PMAYയിൽ 24,341 വീടുകൾ പുതിയതായി അനുവദിക്കുകയുണ്ടായി. മുൻ വർഷങ്ങളിൽ പൂർത്തീകരിക്കാതിരുന്ന 17,904 വീടുകൾ പൂർത്തീകരിച്ചു. 167.44 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന 57 റോഡുകൾ PMGSY പദ്ധതിയിൽ പൂർത്തീകരിച്ചു. 373 കിലോമീറ്റർ വരുന്ന 96 റോഡുകളുടെ പ്രപ്പോസൽ കേന്ദ്രത്തിന് സമർപ്പിച്ചു. തത്വത്തിൽ കേന്ദ്രം ഇത് അംഗീകരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചയ് യോജനയിൽ ഭാരതപ്പുഴയുടെ നീർത്തട പ്രദേശങ്ങൾ ഉൾപ്പെട്ട 64 ചെറുതീരങ്ങളുടെ പരിപാലനത്തിനായി കർമ്മ പദ്ധതികൾ തയ്യാറാക്കി മുന്നോട്ടു പോവുകയാണ്. പഞ്ചായത്ത് വകുപ്പിൽ
കുടുംബശ്രീ മുഖേന സർവേ നടത്തി 36.5 ലക്ഷം ആളുകളെ കണ്ടെത്തി അവരുടെ വീടുകളിൽ പെൻഷൻ എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കുകയുണ്ടായി. ഉൽപാദന മേഖലയ്ക്ക് 20% നീക്കിവെക്കണമെന്ന് നിഷ്കർഷിച്ചു. 10% മാലിന്യ സംസ്കരണ സംവിധാനത്തിനായി ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും നൽകണം എന്ന് നിബന്ധന വെച്ചു. ഭക്ഷ്യസുരക്ഷ ലക്ഷ്യമാക്കി നെൽവിത്തിന് 100% സബ്സിഡി തദ്ദേശ സ്ഥാപനങ്ങൾ പ്രഖ്യാപിച്ചു. ഭവന നിർമ്മാണം ഒഴികെയുള്ള ഗുണഭോക്തൃ ആനുകൂല്യങ്ങൾക്കുള്ള വരുമാന പരിധി ജനറൽ വിഭാഗത്തിന് 1 ലക്ഷവും പട്ടികജാതി വിഭാഗത്തിന് 1.5 ലക്ഷവുമാക്കി ഉയർത്തി. പട്ടികവർഗ വിഭാഗത്തിന് വരുമാന പരിധി വേണ്ടെന്നും തീരുമാനിച്ചു. 60 പിന്നോക്ക ഗ്രാമപഞ്ചായത്തുകൾക്ക് 2 കോടി രൂപ വീതം KLGSDP അധിക പ്രത്യേക ധനസഹായം അനുവദിച്ചു. അതിന്റെ ആദ്യ ഗഡു നൽകിക്കഴിഞ്ഞു. രണ്ടാമത്തെ ഗഡു ബാങ്കിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം തന്നെ ബന്ധപ്പെട്ട പഞ്ചായത്തുകൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അത് നൽകും. സാർ, തെരുവ് നായ്ക്കളുടെ ശല്യം തടയുന്നതിന് ABC പ്രോഗ്രാമുകൾ നിർബന്ധമായും തുക നീക്കിവെക്കണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെരുവ് നായ്ക്കളില്ലാത്ത ഒരു സംസ്ഥാനം 5 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുക എന്ന വലിയ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സാർ, അംഗനവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും വർദ്ധിപ്പിച്ച ഹോണറേറിയത്തിന്റെ 50% ഗവൺമെന്റ് നൽകി. 50% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകണം എന്നാണ് വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ സർക്കാർ 100% തദ്ദേശ സ്ഥാപനങ്ങൾ നൽകണമെന്ന് തീരുമാനിച്ചിരുന്നു. എന്നാൽ 50%ആക്കി അതിന്റെ ഭാരം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഈ ഗവൺമെന്റ് കുറച്ച് നൽകുകയുണ്ടായി. എന്നിട്ട് പോലും പല തദ്ദേശ സ്ഥാപനങ്ങളും ഇതിനായി പണം നീക്കിവെക്കാൻ വിമുഖത കാണിച്ചപ്പോൾ ഈ 50% വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും ശമ്പളത്തിലേക്കുള്ളത് നീക്കിവെക്കാത്ത പഞ്ചായത്തുകളുടെ പദ്ധതികൾ അംഗീകരിക്കേണ്ടതില്ല, അത് തിരിച്ചയക്കണം എന്ന കർശനമായ നിർദ്ദേശം DPCക്ക് നൽകുകയും ചെയ്തു. സാർ, SIRD 3 എക്സ്റ്റൻഷൻ ട്രെയിനിങ് സെന്ററുകൾ എന്നിവ കൂട്ടിച്ചേർത്തുകൊണ്ട് സമന്വയിപ്പിച്ചുകൊണ്ട് കിലയെ ഒരു എക്സലന്റ് ട്രെയിനിങ് സെന്റർ, ഇന്റർനാഷണൽ എക്സലന്റ് ട്രെയിനിങ് സെന്ററാക്കി ഉയർത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാർ, വരാൻ പോകുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കേരളത്തിലെ 241 പഞ്ചായത്തുകളിൽ സമ്പൂർണ്ണ കിണർ റീചാർജിംഗ് പദ്ധതിക്ക് തുടക്കമായി കഴിഞ്ഞു. ഇതനുസരിച്ച് 4,65,000-ഓളം വരുന്ന കിണറുകളാണ് റീചാർജ് ചെയ്യപ്പെടുവാൻ വേണ്ടി പോകുന്നത്. അതിന്റെ തുടക്കം ആദ്യം ഓരോ നിയോജക മണ്ഡലത്തിലും ഒരു പഞ്ചായത്ത് എന്നുള്ള വിധത്തിൽ 141 പഞ്ചായത്തുകളിലാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. രണ്ടാം ഘട്ടത്തിലാണ് രൂക്ഷമായ കുടിവെള്ളക്ഷാമം നിലനിൽക്കുന്ന മറ്റു ഒരു 100 പഞ്ചായത്തുകളെ കൂടി ഉൾപ്പെടുത്തി ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. സേവനവും സാമഗ്രികളും ഉൾപ്പെടെ 8,000 രൂപയാണ് ആദ്യഘട്ടത്തിൽ ഇതിന് ഓരോ വീടിനും ഓരോ കിണറുടമക്കും നൽകാൻ ആഗ്രഹിക്കുന്നത്. സാർ, നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ചുകൂടി പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങളിലേക്ക് കടന്നുപോകണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും വീട് എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഓരോരുത്തരുടെയും സ്വപ്നമാണ്. കിടന്നുറങ്ങാൻ ഒരു വീട്, അതാണ് എല്ലാവരുടെയും എക്കാലത്തെയും വലിയ സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞ LDF സർക്കാർ EMS പദ്ധതി കൊണ്ടുവരികയുണ്ടായി. 1,12,000-ഓളം വീടുകൾ അന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിച്ച് നൽകി. സാർ, ഈ പ്രാവശ്യം എല്ലാവർക്കും വീട് എന്നുള്ളത് അതിന്റെ സമ്പൂർണ്ണതയിൽ പൂർത്തീകരിക്കുവാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഇതിനായി സംസ്ഥാന പാർപ്പിട മിഷൻ ഗവൺമെന്റ് രൂപീകരിച്ചു കഴിഞ്ഞു. ഏതാണ്ട് 6 ലക്ഷത്തോളം ആളുകളാണ് നമ്മളുടെ സംസ്ഥാനത്ത് പാർപ്പിടമില്ലാത്തതായി ഉള്ളത് എന്ന് പ്രാഥമികമായ കണക്കുകൾ വ്യക്തമാക്കുന്നു. 4 വിഭാഗത്തെയാണ് ഇതിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടി ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഭൂമിയും വീടുമില്ലാത്ത ആളുകൾ, ഭൂമിയുണ്ട് വീടില്ലാത്ത ആളുകൾ. മൂന്നാമത്തെ ഗണത്തിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് പല സർക്കാർ വിഹിതവും വാങ്ങി വീടിന്റെ പണി ആരംഭിച്ചു, പക്ഷേ വീട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. കിടന്നുറങ്ങാൻ ആളുകൾക്ക് ഇന്നും സൗകര്യമില്ലാത്ത അവസ്ഥ. അത്തരത്തിലുള്ള ആളുകളെയും വിഭാഗത്തെയും ഇതിൽ ഉൾപ്പെടുത്തി സമ്പൂർണ്ണ ഭവന പദ്ധതി ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബഹുമാനരായ മുഖ്യമന്ത്രിയാണ് സമ്പൂർണ്ണ പാർപ്പിട മിഷന്റെ ചെയർമാൻ. വളരെ നല്ല രീതിയിൽ തന്നെ ODF ആയി നമ്മുടെ സംസ്ഥാനം പ്രഖ്യാപിക്കപ്പെട്ടതുപോലെ കൊട്ടും കുരവയുമില്ലാതെ 5 വർഷം കഴിയുമ്പോഴേക്ക് 5.5-6 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സമ്പൂർണ്ണ ഭവന പദ്ധതി എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. സാർ, തദ്ദേശ സ്ഥാപനങ്ങളിലെ അഴിമതിയും കെടുകാര്യസ്ഥതയും തടയുന്നതിന് വേണ്ടി സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു വെബ്സൈറ്റ് തുടങ്ങുവാൻ
തദ്ദേശ സ്വയംഭരണ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഫോർ ദി പീപ്പിൾ എന്നാണ് ഈ വെബ്സൈറ്റിന് നൽകിയിട്ടുള്ള പേര്. നവംബർ ആദ്യ വാരത്തോടുകൂടി ഇത് നമുക്ക് പ്രവർത്തനക്ഷമമാക്കാൻ വേണ്ടി കഴിയും. ഏതെങ്കിലും തദ്ദേശ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും ആളുകളോട് കൈക്കൂലി ചോദിക്കുകയോ അല്ലെങ്കിൽ അഴിമതിക്ക് സഹായകമായിട്ടുള്ള പശ്ചാത്തലങ്ങൾ ഒരുക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ക്ലിപ്പിങ്ങുകളോ അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പിങ്ങോ ഈ വെബ്സൈറ്റിൽ അവർക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. തദ്ദേശ സ്വയംഭരണ മന്ത്രിയും അദ്ദേഹത്തിൻ്റെ സാർ അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയില്ലായിരിക്കും സാർ. കാരണം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ആളുകൾക്ക് അഴിമതി മുക്തിയെക്കുറിച്ച് പറഞ്ഞാൽ സത്യത്തിൽ അവർക്ക് അത്ര ടോളറേറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല സാർ. അത്തരത്തിലുള്ള വീഡിയോ ക്ലിപ്പിങ്ങുകളൊക്കെ ആവാം. നിങ്ങൾ ഈ ചെറുപ്പക്കാർ കുട്ടികളോട് ഈ കാര്യം പറഞ്ഞാൽ അവരെടുത്തുകൊള്ളും, ഒരു സംശയവുമില്ല. വളരെ ഫലവത്തായി നമുക്കിത് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. നമ്മൾ ശ്രമിച്ചാൽ അഴിമതി മുക്തമാക്കാൻ നമുക്കാകും സാർ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അഴിമതി മുക്തമായി മുന്നോട്ട് പോകണമെന്നുള്ള നിശ്ചയദാർഢ്യം ഗവൺമെന്റിനുള്ളത് കൊണ്ടാണ് ഒരാളും പരാതി നൽകാതെ ഒരു പത്രത്തിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു ക്ലാർക്ക് 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി എന്ന ഒരു വാർത്ത പുറത്തു വരികയുണ്ടായി. ഞങ്ങൾ ആ പത്രവാർത്ത ഫയലായി സ്വീകരിച്ചുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. അന്വേഷണം പോലും നടത്താതെ സസ്പെൻഡ് ചെയ്തു. അന്വേഷണത്തിലാണിപ്പോ. സസ്പെൻഡ് ചെയ്തതിന് ശേഷം അന്വേഷണം. അങ്ങനെ തന്നെയാകും ഇനി. തെളിവോടുകൂടി ഒരു കാര്യം ബോധ്യപ്പെട്ടാൽ ആദ്യ സസ്പെൻഷൻ, പിന്നീട് അന്വേഷണം. അത് തന്നെയാണ് സർക്കാർ ഇനിയും ഭാവിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് സാർ. സംസ്ഥാനത്തെ ഒരു സെക്രട്ടറി, ഞാൻ ആ ഒരു കാര്യവും കൂടി നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സ്ഥലത്ത് നിന്ന് ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു, ബേക്കറി ഉണ്ടാക്കുന്ന യൂണിറ്റിന്റെ ലൈസൻസ് നൽകാൻ 10,000 രൂപ ഒരു സെക്രട്ടറി കൈക്കൂലി ചോദിച്ചു. ഞാൻ ആ സെക്രട്ടറിയുടെ നമ്പർ വാങ്ങുകയും ആ സെക്രട്ടറിയെ വിളിച്ച് ഈ കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ആ 10,000 രൂപയുമായി ഇത് കൊടുത്ത ആളുടെ വീട്ടിൽ ആ സെക്രട്ടറി എത്തുകയും എനിക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നടപടി എടുക്കരുത്, ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്ന് അദ്ദേഹത്തെ പലരെയും കണ്ട് അപേക്ഷിക്കുകയും ചെയ്തു. പക്ഷേ ഒരു മുന്നറിയിപ്പായി, ഇതെല്ലാവർക്കും ഒരു മുന്നറിയിപ്പാണ്. ഇത്തരത്തിലുള്ള അഴിമതി നടത്തുന്നവരോട് ഒരു തരത്തിലുള്ള മൃദു സമീപനവും ഗവൺമെന്റ് പുലർത്തുകയില്ല. പരിണതപ്രജ്ഞനായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഒരുപക്ഷെ ബുദ്ധിമുട്ട് തോന്നിയേക്കാം. അവനവന് മനസ്സിൽ ആഗ്രഹമുള്ളത് എന്നാൽ ചെയ്യാൻ കഴിയാത്തത് മറ്റുള്ളവർ ചെയ്യുമ്പോൾ ആക്ഷേപിക്കാതിരിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും അങ്ങയെപ്പോലെ ഒരാൾ കാണിക്കണം എന്നാണ് എന്റെ സാർ. ചെയറിനോട് സംസാരിക്കും. വിവിധ കാരണങ്ങളാൽ നിർമ്മാണം പൂർത്തിയായി നിരവധി വീടുകൾക്ക് നമ്പർ ലഭിക്കാത്ത സാഹചര്യം വലിയ ബുദ്ധിമുട്ടാണ് നാട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സാർ. വലിയ ബുദ്ധിമുട്ടാണ് നാട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ ജനപ്രതിനിധികളും ഇങ്ങനെ വീടിന് നമ്പർ കിട്ടാത്ത ആളുകളുടെ കണ്ണീരും പ്രയാസവും നേരിട്ട് അനുഭവിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്ദേശിക്കുന്നു സാർ. നിർമ്മാണം പൂർത്തിയായിട്ടുള്ള എല്ലാ വീടുകൾക്കും നമ്പർ ഇട്ടുകൊടുത്ത് റെഗുലറൈസ് ചെയ്യുന്നതിന് ഒരു പദ്ധതിയാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഇതനുസരിച്ച് സർ 750 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകൾക്ക് ഫൈൻ ഈടാക്കാതെ നമ്പർ നൽകും. പിഴ ചുമത്തി നമ്പർ ഇട്ട് നൽകാൻ താഴെ പറയും വിധമാണ് തീരുമാനിച്ചിട്ടുള്ളത്. 750 മുതൽ 1000 സ്ക്വയർ ഫീറ്റ് വരെ 2000 രൂപ പിഴ ഈടാക്കി നമ്പർ നൽകും. 1000 മുതൽ 1250 സ്ക്വയർ ഫീറ്റ് വരെ 10,000 രൂപയും 1250 മുതൽ 1500 സ്ക്വയർ ഫീറ്റ് വരെ 20,000 രൂപയും 1500 മുതൽ 2000 സ്ക്വയർ ഫീറ്റ് വരെ 50,000 രൂപയും 2000 മുതൽ 2500 വരെ 1 ലക്ഷം രൂപയും 2500 മുതൽ 3000 വരെ 5 ലക്ഷം രൂപയും 3000 മുകളിൽ 10 ലക്ഷം രൂപയും തദ്ദേശ സ്ഥാപനങ്ങൾ ഫൈൻ ഈടാക്കി ഈ വീടുകൾക്ക് നമ്പർ നൽകും. സമ്പൂർണ്ണ ഭവന പദ്ധതിയെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നിർമ്മാണം കഴിഞ്ഞ വീട്ടിൽ ഒന്ന് കിടന്നുറങ്ങാൻ സാഹചര്യം ഒരുങ്ങാതെ വിഷമിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ട് നമ്മൾ കാണാതെ പോകരുത് എന്നുള്ള നിഷ്കർഷത സർക്കാരിനുള്ളത് കൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നീങ്ങിയത് സർ. പഞ്ചായത്ത് ഗ്രാമനഗര എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ജീവനക്കാരെയും ഒരു കോമൺ സർവീസിന്റെ ഭാഗമാക്കാൻ ഉതകുന്ന നിയമനിർമ്മാണം സംസ്ഥാനത്ത് നടത്താൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നു. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം കൊണ്ടുവരുന്നതിനാണ് ആഗ്രഹിക്കുന്നത്. സാർ, നിലവിൽ നമുക്ക് ഒരൊറ്റ കെട്ടിട നിയമമേ ഉള്ളൂ.
നഗര ഗ്രാമ പ്രദേശങ്ങൾക്ക് ഒരൊറ്റ കെട്ടിട നിയമം, മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും പഞ്ചായത്തുകളിലും ഒരേ നിയമമാണ് നിലനിൽക്കുന്നത്. ഇതുകൊണ്ട് ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് ഒരുപാട് ആളുകൾ നമ്മളോട് പറയുകയുണ്ടായി. ഇതനുസരിച്ച് മറ്റു പല സംസ്ഥാനങ്ങളിലുമുള്ളതുപോലെ കോർപ്പറേഷനുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും പഞ്ചായത്തുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള കെട്ടിട നിയമം ഉണ്ടാക്കുന്നതിൻ്റെ സാധ്യതയെ സംബന്ധിച്ച് പഠിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് 3 കമ്മിറ്റികളെ 3 കാര്യം ഉത്തരവാദം ഏൽപ്പിച്ചുകൊണ്ട് ഇതിനകം തീരുമാനമെടുത്തിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് കിട്ടിയാൽ ഉടനെ ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുത്ത് ഗവൺമെന്റ് മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. സാർ, ജനകീയാസൂത്രണത്തിന്റെ 2ാം ഘട്ടം അടുത്ത സാമ്പത്തിക വർഷം കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇക്കാലം അത്രയും 9 മാസം പദ്ധതി രൂപീകരണത്തിനും 3 മാസം പദ്ധതിയുടെ നിർവഹണത്തിനും എന്നുള്ളതായിരുന്നു നടന്നു വന്നിരുന്നത്. ഇത് മാറ്റി 3 മാസം കൊണ്ട് പദ്ധതി രൂപീകരിച്ച് 9 മാസം പദ്ധതിയുടെ നിർവഹണത്തിനായി അനുവദിക്കുന്ന ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ലക്ഷ്യമിടുന്നത്. അപാകതകളില്ലാതെ നൽകുന്ന വീട് നിർമ്മാണത്തിനുള്ള അപേക്ഷയിന്മേൽ 1 ഡേ പെർമിറ്റ് സിസ്റ്റം ആരംഭിക്കാൻ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നുണ്ട്. കാലാന്തരത്തിൽ മറ്റു നിർമ്മാണ മേഖലകളിലേക്കും ഇത് വ്യാപിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കും. സാർ, സ്വന്തമായി കെട്ടിടങ്ങളില്ലാത്ത തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആസ്ഥാന മന്ദിരങ്ങൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായം ഗവൺമെന്റ് നൽകും. സാർ, മാലിന്യ സംസ്കരണത്തിന് ഫലവത്തായ സംവിധാനങ്ങൾ കേന്ദ്രീകൃതമായും വികേന്ദ്രീകൃതമായും ഗവൺമെന്റ് ആവിഷ്കരിക്കും. ആശ്രയ പദ്ധതി വ്യാപിപ്പിക്കുകയും കുടുംബശ്രീയെ ലോകോത്തര മാതൃകയാക്കി ഉയർത്തുകയും ചെയ്യും. സാർ, സംസ്ഥാനത്ത് ആദ്യമായി കുടുംബശ്രീയെ ഉപയോഗിച്ച് സംസ്ഥാനത്തെ പ്രവാസികളുടെ ഒരു കണക്കെടുക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. സാർ, കാട്ടിലെ പുലികളുടെ കണക്ക്, കാട്ടിലെ ആനകളുടെ കണക്ക് എല്ലാം ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. പക്ഷേ കോടിക്കണക്കിന് രൂപ ഓരോ വർഷവും നമുക്ക് വിദേശ നാണ്യം നേടിത്തരുന്ന പ്രവാസികളുടെ കണക്ക് മാത്രം നമ്മളുടെ കയ്യിലില്ല. എല്ലാ സർക്കാരുകളും മുൻ സർക്കാരുകൾ കഴിഞ്ഞ LDFന്റെ സർക്കാരിന്റെ കാലത്താണ് പ്രവാസികൾക്ക് ഒരുപാട് ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചത്. സാർ, കുടുംബശ്രീയെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ സംസ്ഥാനത്തെ പ്രവാസികളുടെ കണക്കെടുപ്പ് ആരംഭിക്കുവാൻ വേണ്ടി പോവുകയാണ്. സാർ, ഈ വകുപ്പിന്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ പ്രകടനങ്ങൾ, ചില വിമർശനങ്ങൾ സ്നേഹബുദ്ധിയ അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും ചില ആളുകൾ സൂചിപ്പിക്കുകയുണ്ടായി. സാർ, സ്മാർട്ട് സിറ്റി പദ്ധതി കൊച്ചി മാത്രമാണ് ഇപ്പോൾ സ്മാർട്ട് സിറ്റി മിഷനിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരവും ഉൾപ്പെടുത്തപ്പെട്ടു. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ മുഴുവൻ തുകയും കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നത് എന്ന നിലയിലാണ് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. സാർ, 2500 കോടിയുടെ നിക്ഷേപമാണ് വരാൻ വേണ്ടി പോകുന്നത് ഒരു സ്മാർട്ട് സിറ്റി മിഷനിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന പട്ടണത്തിൽ. അതിൽ 500 കോടിയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതം, 500 കോടി സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണ്. 1000 കോടി രൂപ എക്സ്റ്റേണൽ ഏജൻസീസിന്റെ ലോൺ മുഖേനയാണ് നമുക്ക് കിട്ടുന്നത്. 500 കോടി രൂപ കൺവെർജൻസ് വിവിധ പദ്ധതികളുടെ സമന്വയത്തിലൂടെയാണ് സമാഹരിക്കുന്നത്. ഇങ്ങനെയാണ് 2500 കോടി രൂപയുടെ നിക്ഷേപം സ്മാർട്ട് സിറ്റി മിഷനിൽ ഉൾപ്പെടുത്തപ്പെട്ട പട്ടണങ്ങളിൽ ഉപയോഗപ്പെടുത്തപ്പെടാൻ വേണ്ടി പോകുന്നത്. കൊച്ചിൻ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ബന്ധപ്പെട്ട ആളുകളുടെ ഒരു മീറ്റിംഗ് വരുന്ന ആഴ്ച ഇവിടെ വിളിച്ചുകൂട്ടിയിട്ടുണ്ട്. ULB ഷെയർ സ്റ്റേറ്റ് ഗവൺമെന്റ് നൽകണം എന്ന് ഇവിടെ ഒരു ആവശ്യം ഉയരുകയുണ്ടായി. ഗവൺമെന്റ് ആ കാര്യം പരിഗണിക്കുന്നതാണ്. സാർ, അദ്ദേഹം പറയട്ടെ. അഹാഡ്സിന്റെ പ്രവർത്തനം ഇതിനകം വൈൻഡപ്പ് ചെയ്തു കഴിഞ്ഞു. ഇന്നത് സർ അനാഥമായി കിടക്കുക. ആദ്യത്തെ ആള് സംസാരിച്ചതും കൂടി ചേർത്തിട്ടുള്ള സമയമാണ് സർ. അഹാഡ്സിന്റെ പ്രവർത്തനം വൈൻഡപ്പ് ചെയ്തു കഴിഞ്ഞു. 46 മിനിറ്റായി അനാഥമായി കിടക്കുകയാണ്. ആ സൗകര്യങ്ങളെ ഇനി മുതൽ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് അഹാഡ്സിനെ കിലയുമായിട്ട് സംയോജിപ്പിക്കുന്നത്. അഹാഡ്സിനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. കിലയുടെ ഡയറക്ടർ പറഞ്ഞത്, എന്റെ വലിയ ആഗ്രഹമായിരുന്നു, ഇപ്പോഴത്തെ ശുദ്ധ ഗാന്ധിയനായിട്ടുള്ള കിലയുടെ ഡയറക്ടർ ബാലൻ മാഷ് പറഞ്ഞത്, വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ, ഇതെല്ലാം കൂടി യോജിപ്പിച്ച് ഒരു എക്സലന്റ് ട്രെയിനിങ് സെന്റർ ആക്കണം എന്നുള്ളത്. അത് ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ഈ സർക്കാരിന്റെ കാലത്ത് അത് വരുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷം അദ്ദേഹം രേഖപ്പെടുത്തിയ കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. സാർ, ലോകബാങ്കിന്റെ സഹായം കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭ്യമാക്കും. നല്ല പ്രൊജക്ടുകൾ നബാർഡിൽ സമർപ്പിക്കാൻ തീർച്ചയായും ഗവൺമെന്റ് ശ്രമിക്കും. മാലിന്യ സംസ്കരണ പദ്ധതികൾക്ക് മുന്തിയ പരിഗണന ഗവൺമെന്റ് നൽകും. പ്രായോഗിക പദ്ധതികളാകും നടപ്പിലാക്കുക. മാലിന്യമുക്ത കേരളം എന്ന സ്വപ്നം 5 വർഷം കൊണ്ട് യാഥാർത്ഥ്യമാക്കലാണ് ലക്ഷ്യം.
സാർ, DPCകളെ ദുർബലമാക്കുന്ന നിലപാട് ഒരു കാരണവശാലും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല. കളക്ടർമാർക്ക് ശക്തമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കളക്ടർമാരുടെ അഭാവത്തിൽ ഒരു കാരണവശാലും DPCകൾ കൂടരുത് എന്ന്. കുറെ കാലങ്ങളായി കളക്ടർമാർ തങ്ങളുടെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ മുൻനിർത്തി DPCകൾ നടത്തി വരുന്നത് DPCകളുടെ പ്രാധാന്യം പ്രസക്തി കുറച്ചു എന്നുള്ള ആക്ഷേപം ഉയർന്നു വന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം കളക്ടർമാർക്ക് നൽകിയിട്ടുള്ളത്. സാർ, ജീവനക്കാരുടെ എണ്ണം എന്തുകൊണ്ടാണ് കുറഞ്ഞത്? അത് കഴിഞ്ഞ 4 മാസം കൊണ്ട് ഉണ്ടായിട്ടുള്ളതല്ല സാർ. അതിന്റെ കാരണങ്ങൾ പ്രതിഭാഹരി ഇവിടെ പറയുകയുണ്ടായി. കഴിഞ്ഞ സർക്കാർ 2 വ്യക്തികൾ തമ്മിൽ നടന്ന ഒരു കേസിൽ, സീനിയോറിറ്റിയുമായി ബന്ധപ്പെട്ട് നടന്ന കേസിൽ കക്ഷി ചേർന്നതുകൊണ്ട് 179 സെക്രട്ടറിമാരെ, പഞ്ചായത്ത് സെക്രട്ടറിമാരെ നമുക്ക് നിയോഗിക്കാൻ കഴിയാത്ത ഒരു നിസ്സഹായാവസ്ഥ ഉടലെടുത്തു. ഞങ്ങൾ അതിനെ മറികടക്കുവാനുള്ള തീവ്രമായ യജ്ഞത്തിലാണ് സാർ. സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടിയതിനു ശേഷം 179 തസ്തികകളും ഫിൽ ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത മാസത്തോടുകൂടി, ഒരു മാസം നിങ്ങൾ തരൂ, ഒരു മാസവും കൂടി, വരുന്ന നവംബർ മാസം അവസാനത്തോടു കൂടി ആ പ്രശ്നത്തിൽ നമുക്ക് പരിഹാരം കാണുവാൻ വേണ്ടി കഴിയും. മിനിസ്റ്റർ കൺക്ലൂഡ് ചെയ്യൂ സാർ. അദ്ദേഹം കൺക്ലൂഡ് ചെയ്യാണ്. അതുപോലെ തന്നെ സാർ, കൺക്ലൂഡ് ചെയ്യാണ്. ഇരിക്കാം. ഞാൻ വഴങ്ങും. ഞാൻ അവസാനം വഴങ്ങും. നിങ്ങൾ പറയുന്നതിനൊക്കെ മറുപടി പറയും. സാർ, നിലവിലുള്ള പോസ്റ്റുകളിൽ നിയമനം നടക്കുമ്പോൾ അങ്ങനെ നിയമിക്കപ്പെടുന്നവർക്ക് പേയ്മെന്റ് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ കൊടുക്കണം എന്നുള്ളത് പ്രയാസമുണ്ടാക്കുന്നു എന്ന് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ പറയുകയുണ്ടായിട്ടുണ്ട്. സാർ, അക്കാര്യത്തെക്കുറിച്ച് ഗവൺമെന്റ് ഫിനാൻസ് മിനിസ്റ്ററുമായിട്ട് സംസാരിച്ച് ആവശ്യമായത് ചെയ്യും എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയുകയാണ്. IKMനെ അതിന്റെ പരിമിതികളിൽ നിന്ന് രക്ഷിക്കും. IKMനെ ദുർബലപ്പെടുത്താനുള്ള ഒരു നീക്കവും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല. IKMന്റെ തലപ്പത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടറായി മിടുക്കനായിട്ടുള്ള ഒരു ഓഫീസറെ ഈ ഗവൺമെന്റ് ഇപ്പോൾ നിയമിക്കുകയും IKMനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോവുകയും ചെയ്യും. സാർ, സ്പിൽ ഓവർ മുഴുവൻ ക്യാരി ഓവർ ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഒരു തദ്ദേശ സ്ഥാപനത്തിനും ഉണ്ടാവില്ല. വ്യക്തമായിട്ടുള്ള നിർദ്ദേശം തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്ക് നൽകി കഴിഞ്ഞു. സാർ, ഇതിനാവശ്യമായ സൗകര്യം IKMന്റെ സോഫ്റ്റ്വെയറിലും വരുത്തിയിട്ടുണ്ട്. സാർ, ഇവിടെ മുനീർ സാഹിബ് പറഞ്ഞ ഒരു കാര്യം, സുന്ദരിയായ 4 ബഹുഭാര്യത്വം, 4 സ്ത്രീകളെ വിവാഹം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ അനുഭവിക്കുന്നത് എന്നാണ്. അല്ല സാർ, സുന്ദരിയായ ഒരു പെൺകുട്ടിയെ 3 കഷ്ണമാക്കി കഴിഞ്ഞ സർക്കാർ വെട്ടിമുറിച്ചു. LDF സർക്കാർ ഒരു ശസ്ത്രക്രിയയിലൂടെ ആ വിച്ഛേദിക്കപ്പെട്ട അംഗങ്ങൾ മുഴുവൻ തന്നെ സംയോജിപ്പിച്ചുകൊണ്ട് സുന്ദരിയായ ഒരു പെൺകുട്ടിയാക്കിയാണ് ഇതിനെ തന്നിരിക്കുന്നത് എന്ന് ബഹുമാന്യനായ മുനീർ സാഹിബ് ഓർക്കണം. സാർ, അങ്ങയുടെ വന്യനായ പിതാവ് CH മുഹമ്മദ് കോയ സാഹിബ് ഉൾപ്പെടുന്ന ലീഗ് നേതൃത്വം അഹമ്മദ് ഗുരിക്കളെ ഏൽപ്പിച്ച അതേ സൗന്ദര്യത്തോടു കൂടിയാണ് എന്നെയും സഖാവ് പിണറായി വിജയൻ ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. ഔക്കാദർ കുട്ടി നഹാ സാഹിബിനെ അന്നത്തെ ലീഗ് നേതൃത്വം ഏൽപ്പിച്ച അതേ രൂപത്തിലാണ് ഈ സുന്ദരിക്കുട്ടിയെ എന്നെയും ഏൽപ്പിച്ചിരിക്കുന്നത് LDF സഖാവ് പിണറായി വിജയൻ. അപ്പോൾ അക്കാര്യത്തിൽ അങ്ങേക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വൈഷമ്യവും വേണ്ട എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അങ്ങയെ ഉണർത്തുകയാണ്. സ്നേഹബുദ്ധിയ, അങ്ങ് പ്രസിഡന്റും ഞാൻ സെക്രട്ടറിയുമായി 5 വർഷം ഉണ്ടായിരുന്നു. അതിൻ്റെ സ്നേഹം മുഴുവൻ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. സാർ, മീഡിയാശ്രീയെക്കുറിച്ച് ഇവിടെ ബഹുമാന്യനായ ഗണേഷ് കുമാർ ചില കാര്യങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. സാർ, മീഡിയാശ്രീ 1072 CDSകളിൽ നിന്ന് 2 പേരെ എടുത്ത് 2144 പേർക്ക് കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ പരിശീലനം നൽകുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയായിരുന്നു. ഇതോടൊപ്പം തന്നെ ഫ്രെയിം ശ്രീ എന്ന് പറഞ്ഞ് ഫോട്ടോഗ്രഫിയിൽ താല്പര്യമുള്ള ആളുകളെയും കൂടി പങ്കെടുപ്പിച്ച് മറ്റൊരു സംവിധാനവും ഉണ്ടാക്കി ഇവർക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടി 2014 സെപ്റ്റംബറിൽ ഒരു പത്രപരസ്യം നൽകുന്നതോടുകൂടിയാണ് മീഡിയാശ്രീയെ സംബന്ധിക്കുന്ന വാർത്തകൾ പുറത്തുവരുന്നത്. സാർ, 14 ജില്ലകളിൽ നിന്ന് 5 അംഗങ്ങളുടെ 2 ഗ്രൂപ്പുകൾക്ക് അങ്ങനെ 140 പേർക്ക് ഫോട്ടോഗ്രഫിയിൽ പ്രാവീണ്യം നൽകാൻ മീഡിയാശ്രീ ഉണ്ടാക്കുകയും ചെയ്തു. സാർ, ഇവർക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടി 60 ലക്ഷം രൂപയാണ് നീക്കിവെച്ചത്. ഇതിനായി ടെൻഡർ ചെയ്തു. അതിൽ ലോവസ്റ്റ് ടെൻഡറായി 60 ലക്ഷം രൂപ എടുത്ത സ്ഥാപനത്തിന്, കോഴിക്കോട്ടെ
ഒരു സ്ഥാപനത്തിനാണ്, സൗത്ത് ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസം എന്ന സ്ഥാപനത്തിനാണ് ഇതിൻ്റെ ട്രെയിനിങ്ങിനുള്ള കൊട്ടേഷൻ കിട്ടിയത്. സാർ, പ്രശ്നം അതല്ല. ട്രെയിനിങ് നടത്താൻ വേണ്ടി ടെൻഡർ ചെയ്ത് അല്ലെങ്കിൽ കോട്ട് ചെയ്ത അതേ സ്ഥാപനത്തിന് പിന്നീട് ഒരു ടെൻഡർ പോലും ഇല്ലാതെയാണ് ഡോക്യുമെന്റേഷൻ 225ഓളം പഞ്ചായത്തുകളിൽ ഡോക്യുമെന്റേഷൻ നടത്തുന്നതിന് 65,000 രൂപ ബന്ധപ്പെട്ട പഞ്ചായത്തുകളിൽ നിന്ന് സമാഹരിച്ച് 2 കോടി രൂപ നൽകി ആ ഡോക്യുമെന്റേഷന് ശ്രമിച്ചത്. അവരുമായി കുടുംബശ്രീ ഉണ്ടാക്കിയ MOU-വിന് നിയമവകുപ്പിൻ്റെയോ അല്ലെങ്കിൽ നിയമ ഡിപ്പാർട്ട്മെന്റിൻ്റെയോ ഒരു തരത്തിലുള്ള കൺകറൻസും കിട്ടിയിരുന്നില്ല. നിയമവകുപ്പ് വെറ്റ് ചെയ്തിട്ടുള്ള ഒരു MOU ആയിരുന്നില്ല കുടുംബശ്രീ ഈ സ്ഥാപനവുമായി ഒപ്പുവെച്ചത്. ട്രെയിനിങ്ങിന് വേണ്ടി മാത്രം ടെൻഡർ ചെയ്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥാപനത്തെ പിന്നീട് എന്തുകൊണ്ടാണ് ഒരു ടെൻഡർ പോലും ഇല്ലാതെ ഈ ഭീമമായിട്ടുള്ള സംഖ്യയുമായി ബന്ധപ്പെട്ട കാര്യം ഏൽപ്പിച്ചത് എന്നുള്ളത് ശരിക്കും അതുകൊണ്ട് തന്നെയാണ് അന്ന് തന്നെ ഇതിനെ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ ഉയരുകയും അന്വേഷണം നടക്കുകയും ചെയ്തു. അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് ഉചിതമായ നടപടി ഗവൺമെന്റ് എടുക്കും എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സഭയെ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, അങ്ങേക്ക് ഇനി എത്ര സമയം വേണം? 5 മിനിറ്റ്. സാർ, 5 മിനിറ്റ് ആദ്യം. സാർ, ഒഴിവുകളുടെ കാര്യം ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഒഴിവ് ഈ 2 മാസം കൊണ്ടോ അല്ലെങ്കിൽ 4 മാസം കൊണ്ടോ വന്നിട്ടുള്ളതല്ല, കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ഒഴിവാണ്. ഏതാണ്ട് 1094 അസിസ്റ്റന്റ് എഞ്ചിനീയർമാരിൽ 108 ആളുകളുടെ ഒഴിവുണ്ട് നമ്മളുടെ സംസ്ഥാനത്ത്. 829 ഓവർസിയർമാരിൽ 226 തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഓവർസിയർ ഗ്രേഡ് 2 776 എണ്ണമുണ്ട്, അതിൽ 65 എണ്ണം വേക്കൻസിയാണ്. ഓവർസിയർ ഗ്രേഡ് 2 1198-ൽ 362 എണ്ണം ഒഴിഞ്ഞു കിടക്കുകയാണ്. സാർ, PSCക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. PSCയിൽ നിന്ന് പിന്നെ ഇപ്പോൾ ലിസ്റ്റിലുള്ളത് നിയമനം നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. വലിയ പ്രയാസം ഈ രംഗത്തുണ്ട്. PSCയുടെ ചെയർമാനുമായി ഞങ്ങൾ നേരിട്ട് സംസാരിക്കണം എന്ന് വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ പ്രശ്നം പരിഹരിച്ചല്ലാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. സാർ, അതിന് എല്ലാ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഞാൻ ഈ സന്ദർഭത്തിൽ പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ ഉയർന്നു വന്ന എല്ലാ നല്ല നിർദ്ദേശങ്ങളും മുഖവിലക്കെടുത്തുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളിൽ മുഴുകും. അതിന് നിങ്ങളെല്ലാവരും കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് സഹകരിക്കണം. നിങ്ങളുടെ പരിചയം, നിങ്ങളുടെ പരിണിതപ്രജ്ഞത, ഇതെല്ലാം ചോദ്യം തുടങ്ങിയ പിന്നെ പലർക്കും ചോദ്യം ഉണ്ടാവും. അങ്ങയുടെ സുന്ദരിക്ക് എല്ലാവിധ സന്താന സൗകര്യമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സർ, ഇവിടെ സർ ഒരു കാര്യം ഇന്നത്തെ പത്രത്തിൽ കണ്ടതാണ്. സർ, ഈ ഓഡിറ്റ് 10% മാത്രമേ നടത്താവൂ എന്നുള്ളത് ഇന്നത്തെ പത്രത്തിൽ കണ്ടു. അങ്ങനെ സർക്കുലറും പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 10% മാത്രമേ ഓഡിറ്റ് നടക്കുകയുള്ളൂ എന്നുള്ളൊരു സംശയം. സർ, ഒറ്റൊന്നുകൂടി സർ, അതുപോലെ തന്നെ സർ, ഈ തെരുവ് നായ്ക്കളില്ലാത്ത ഒരു കേരളത്തെ അങ്ങ് സ്വപ്നം കണ്ടിരിക്കുകയാണ്. സർ, അങ്ങ് മനുഷ്യജീവനാണ് പ്രധാനം, പട്ടിയുടെ ജീവനല്ല എന്നുള്ളത് വളരെ ആവേശത്തോടു കൂടി സ്വീകരിച്ച് പല പഞ്ചായത്ത് പ്രസിഡന്റുമാരും തെരുവ് നായ്ക്കളെ കൊന്നിട്ടുണ്ട്. ആ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ പേരിൽ ഇപ്പോൾ ധാരാളം കേസെടുത്തിട്ടുണ്ട്. സർ, അവരെ രക്ഷിക്കാൻ വേണ്ടി അങ്ങ് എന്തെങ്കിലും ഒന്ന് ചെയ്യോ എന്നുള്ളത്. സർ, അതുപോലെ തന്നെ ഈ പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സർ, ആരെങ്കിലും ഒരു വിരോധം വെച്ച് ഒരാളെ പേരിൽ ഒരു വാർത്ത കൊടുത്താൽ ഒരു നാച്ചുറൽ ജസ്റ്റിസിനെതിരായിട്ട് അങ്ങ് മുമ്പ് പിന്നെ പത്രത്തിലും കണ്ടിരുന്നു, സഭയിലും വെച്ച് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ ഈ രാഷ്ട്രീയ വിരോധം വെച്ച് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സസ്പെൻഷൻ നമ്മുടെ പഞ്ചായത്ത് സംവിധാനത്തെ ശക്തിപ്പെടുത്തുമോ എന്നുള്ളതും കൂടി അന്ന് വ്യക്തമാക്കും. സർ, എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഉള്ളതാണ് സിവറേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ, സിവറേജ് സിസ്റ്റം തന്നെ. 5% മാത്രമാണ് കൊച്ചി നഗരത്തിലുള്ളത്. അതിൻ്റെ പ്രവർത്തനം ADB വായ്പയായും പല ഏജൻസികൾ വഴിയായും വായ്പ എടുത്ത് നമ്മൾ തുടങ്ങിയതാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ പനമ്പള്ളി നഗറിലും അതുപോലെ തന്നെ മുണ്ടംവേലിയിലും എല്ലാം പുരോഗമിച്ചു. പക്ഷേ ജനങ്ങളുടെ എതിർപ്പ് മൂലം പല സ്ഥലങ്ങളിലും നിർത്തിവെക്കേണ്ടി വന്നു. അതിനെക്കുറിച്ച് ഇപ്പോൾ ADB ആ ലോൺ തിരിച്ചു വച്ചിരിക്കുകയാണ്. പല പൈപ്പുകളും ഇറക്കി വിട്ടതിൻ്റെ തുക തിരിച്ചു വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സിവറേജ് സിസ്റ്റം കുറച്ചുകൂടി കാര്യക്ഷമമാക്കാൻ വേണ്ടി കുറച്ചെങ്കിലും വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാവുമെന്നാണ് സാർ അറിയുന്നത്. ഈ അഹാഡ്സുമായി ബന്ധപ്പെട്ട് അട്ടപ്പാടിയിലെ അഹാഡ്സുമായി ബന്ധപ്പെട്ട്
മന്ത്രി പറഞ്ഞത് പൂർണ്ണാർത്ഥത്തിൽ ശരിയല്ല സാർ. അത് വൈൻഡപ്പ് ചെയ്തിട്ടില്ല. അഹാഡ്സിനുണ്ടായിരുന്ന ജപ്പാൻ പദ്ധതിയാണ് നിലച്ചുപോയത്. അഹാഡ്സിനൊരു ഗവേണിംഗ് ബോഡി ഉണ്ട്. ഈ അഹാഡ്സ് കൈമാറുന്നതിന് മുമ്പ് അതിന് ഗവൺമെന്റിന് അതിന് മേൽ കൺട്രോൾ ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ MP, MLA, പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് ഒക്കെ മെമ്പർമാരായിട്ടുള്ളൊരു ഗവേണിംഗ് ബോഡി ഉണ്ട്. അതാണ് അതിൻ്റെ ജനകീയമായ സഭയാണ്. ആ ഗവേണിംഗ് ബോഡി പോലും ചേരാതെയാണ് ഇത് കിലയുടെ സബ് സെന്ററാക്കി മാറ്റിയത്. ഞാനിവിടെ സൂചിപ്പിച്ചത് അതിനൊരുപാട് പരിജ്ഞാനമുണ്ട്. അഹാഡ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലേ, പുഴ പുനർജനിപ്പിച്ച പരിസ്ഥിതി പുനഃസ്ഥാപന പദ്ധതിയാണ്. അപ്പൊ അതുകൊണ്ട് അത് കേവലം കിലക്ക് വേണ്ടിയുള്ള ഒരു പിന്നെ അതിന്റെ ഓഡിറ്റോറിയവും കോമ്പൗണ്ടും കിലക്ക് കൊടുക്കുന്ന മാതിരി ആവരുത്. ഈ ഗവേണിംഗ് ബോഡി ഒന്ന് വിളിച്ചു. ശ്രീ ഷംസുദ്ദീൻ അങ്ങ് ഈ സഭയിൽ ഒരു തവണ ഇത് ഉന്നയിച്ചില്ലേ? സാർ അങ്ങനെ നടക്കൂ. സാർ നിങ്ങൾ സഭയിൽ കൊണ്ടുവരാന്നല്ലാതെ. സാർ ഇവിടെ പറഞ്ഞ 3 കാര്യങ്ങൾ സാർ. ഒന്ന്, ഓഡിറ്റിനെ സംബന്ധിച്ച് ഇന്ന് പത്രത്തിൽ ഒരു വാർത്ത കണ്ടിരുന്നു. അത് സംബന്ധമായിട്ട് എന്താണ് എന്നുള്ളത് അന്വേഷിക്കും. അങ്ങനെ ഞാൻ അറിഞ്ഞ് ഒരു തീരുമാനം പോയതായിട്ട് എനിക്ക് എൻ്റെ ഓർമ്മയിലില്ല സാർ. കേവലം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതാകാനാണ് സാധ്യത. അങ്ങനെ ഒരിക്കലും അദ്ദേഹം പറയട്ടെ എന്താണെന്നുള്ളത് അന്വേഷിക്കും. മിനിസ്റ്റർ പറയൂ. എന്താ പത്രത്തിൽ വന്ന വാർത്ത മാത്രമാണ്. അതേക്കുറിച്ച് അന്വേഷിക്കാം സാർ. രണ്ടാമതായി പറഞ്ഞത് തെരുവ് നായ ശല്യം കുറക്കുന്നതിന് വേണ്ടി അതിന് നിലവിൽ നിയമാനുസൃതമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം. അത് ഓരോരുത്തരുടെയും ബുദ്ധിക്കും അവരുടെ വിവേകത്തിനും അനുസരിച്ച് പ്രവർത്തിക്കാവുന്നതാണ്. ഇതൊന്നും ആരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഉമ്മർ സാഹിബ്, നിങ്ങൾ പോകുന്ന സമയത്ത് അങ്ങനെ ഒരു നായ വരികയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? അത് തന്നെ നാട്ടിലെ ആളുകളൊക്കെ ചെയ്യുക. അത് തന്നെയാണ് ചെയ്യുക സാർ. കേസ് ഏറ്റുവാങ്ങി ജയിലിൽ പോകാൻ തയ്യാറായിട്ട് ചെയ്തതാണ്. കൊച്ചി നഗരസഭയുടെ സീവറേജ് സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ആ കാര്യം എന്താണ് എന്ന് പരിശോധിച്ച് ആവശ്യമായ കൊച്ചി നഗരത്തിന്റെ പുരോഗതി, അഭിവൃദ്ധി എന്ന് പറയുന്നത് നമ്മളുടെ സംസ്ഥാനത്തിന്റെ തന്നെ അഭിവൃദ്ധിക്ക് സമാനമാണ്. ആ കാര്യത്തിൽ തീർച്ചയായും ഗവൺമെന്റ് അനുകൂലമായ പ്രതികരണം ഉണ്ടാകും എന്ന് ഞാൻ പറയുന്നു. അതുപോലെ അഹാഡ്സിനെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ആശങ്കയും അഹാഡ്സിന്റെ അങ്ങനെ ബൈപ്പാസ് ചെയ്തുകൊണ്ടൊന്നും അല്ല സാർ ഇത് സമന്വയിപ്പിക്കുന്നത്. കിലയിൽ സംയോജിപ്പിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. സംയോജിപ്പിച്ചിട്ടില്ല സാർ. അതിൻ്റെ തീരുമാനമെടുത്തു. അതിൻ്റെ ഗവേണിംഗ് ബോഡി ഇനി വിളിക്കും. ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമാനുസൃതം നടത്തേണ്ടത് മുഴുവൻ നടത്തിയതിന് ശേഷമായിരിക്കും അത് കിലയിൽ മെർജ് ചെയ്യുക എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് ഈ ഡിമാൻഡ് അംഗീകരിച്ച് പാസാക്കി തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു സാർ.